ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്താഴം കഴിഞ്ഞു. ഗ്രേസ്മിയോടൊപ്പം രേവതിക്കുട്ടി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സെൽഫോൺ പൊക്കി പിടിച്ചുകൊണ്ട് മാമച്ചൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ തല്ലിടി ഈ കുന്ത്രാണ്ടം. അയാൾ രേവതിക്കുട്ടിയുടെ നേർക്ക് തട്ടിക്കയറി. അതെ അതെ, എന്തു പറ്റി? രേവതിക്കുട്ടി ചാടി എഴുന്നേറ്റ് അത് പിടിച്ചു വാങ്ങി. കുറേ നേരമായിട്ട് ഇതാ ലോബിയിലെ മേശപ്പുറത്ത് കിടന്ന് അനാഥ കുഞ്ഞിനെ പോലെ നിലവിളിക്കുന്നു. ആര് കേൾക്കാൻ? ഇതിൻ്റെ അമ്മ ഇവിടെ ഇരുന്ന് ഹോം തിയേറ്ററിൽ സിനിമ കണ്ടു സ്ഥലകാല ബോധം മറന്നിരിക്കുമല്ലേ. അയ്യോ, ഞാൻ കേട്ടില്ലെങ്കിലേ. ആരാ വിളിച്ചേ? ടിവിയുടെ വോളിയം കുറെ കൂടെ കൂട്ടി വെക്കിടി, മാമച്ചൻ പരിഹസിച്ചു. രേവതിക്കുട്ടി ഫോണിൽ നോക്കി. 5 മിസ്ഡ് കോളുകൾ. ആ നമ്പർ ആരുടേതെന്ന് നോക്കിയപ്പോൾ രോഹിത്തേട്ടൻ എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ വിസ്മയം കൊണ്ട് വികസിച്ചു. ആൻറ്റി, ഞാൻ ഇപ്പോൾ വരാമേ. അവൾ ഫോണുമായി ലോബിയുടെ അങ്ങേയറ്റത്തേക്ക് പോയി. വീണ്ടും മൊബൈൽ ഫോണിൽ കോളർ ടൂൺ കേട്ടു തുടങ്ങി. രോഹിത്തേട്ടൻ്റെ 6ാമത്തെ കോൾ. ജനാലയ്ക്ക് ചെന്ന് നിന്നുകൊണ്ട് രേവതിക്കുട്ടി മൊബൈൽ ഫോൺ കോൾ കാതോട് ചേർത്ത് പിടിച്ചു. കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ വീരൻ, ഗുഡ് ഈവനിങ്. മറുവശത്ത് പ്രതികരണമില്ല. ഹലോ വീര, ഞാനാ രേവതിക്കുട്ടി. എന്നിട്ടുമില്ല മറുപടി. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ. പിണങ്ങിയോ ആള്? സാധാരണ വീര എന്ന് വിളിക്കുമ്പോൾ അടുത്ത നിമിഷം പോടി മരംകൊത്തി എന്ന് അട്ടഹാസമാണ് മറുപടി. ഇതിപ്പോൾ മിണ്ടാട്ടമല്ല. രേവതിക്കുട്ടിക്ക് സംശയമായി. രോഹിത്തേട്ട, എന്താ മിണ്ടാത്തെ? അലീന ചേച്ചി പോയി. രേവതിക്കുട്ടി നടുങ്ങിത്തെറിച്ചു. പോയെന്നു? എങ്ങോട്ട് രോഹിത്തേട്ട? എനിക്കൊരു സ്ഥലപ്പേര് മാത്രമേ അറിയൂ, കുളത്തുപുഴ. രോഹിത്തേട്ടൻ എന്തായി പറയുന്നേ? രോഹിത്തേട്ടന് പോലും അറിയില്ല എന്നാണോ പറയുന്നേ? അച്ഛനാ കൊണ്ടുവിട്ടത്. അച്ഛൻ വേറൊന്നും പറഞ്ഞില്ല. അച്ഛനോട് ചോദിച്ചാൽ പറയില്ലേ? അച്ഛൻ ഇതെല്ലാം രഹസ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നേ. അവിടെ ചെന്ന് അലീന ചേച്ചി ആരും ഉപദ്രവിക്കാതിരിക്കാൻ. അലീന ചേച്ചി എന്നെ വിളിച്ചാൽ പോലും പറഞ്ഞില്ലല്ലോ എങ്ങോട്ടാ പോകുന്നതെന്ന്. അലീന ചേച്ചിക്കും അറിയില്ലായിരുന്നു ആരുടെ അടുത്തേക്കാണെന്നോ പോയതെന്ന്, എന്താണോ ജോലിയെന്നോ ഒന്നും. അലീന ചേച്ചിയെ വിളിക്കാൻ നമ്പരെങ്കിലും ഉണ്ടോ രോഹിത്തേട്ടാ ഏട്ടൻ്റെ കയ്യിൽ? അങ്ങോട്ട് വിളിക്കേണ്ട. നാളെ രേവതിക്കുട്ടിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിച്ചോളാമെന്ന് അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതെന്താ നാളെ? എനിക്കറിയില്ല. അലീന ചേച്ചി ചെന്ന് പെട്ടിരിക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയാം. രോഹിത്തേട്ടൻ്റെ അച്ഛനല്ലേ കൊണ്ടുവിട്ടത്. ഒരു കുഴപ്പവും വരില്ല. മറുവശത്ത് നിന്ന് അതിന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഒരു ദീർഘനിശ്വാസം മാത്രം. രോഹിത്തേട്ട, രേവതിക്കുട്ടി നേർമയായി വിളിച്ചു. രോഹിത്തേട്ടന് വലിയ വിഷമമായി അല്ലേ അലീന ചേച്ചി പോയത്? ഇത്ര പെട്ടെന്ന് പോകുമെന്നൊന്നും ഞങ്ങളാരും വിചാരിച്ചില്ലല്ലോ. അലീന ചേച്ചി കൂടെയുള്ളത് വലിയൊരു ധൈര്യമായിരുന്നു. എനിക്ക് മാത്രമല്ല രേവതിക്കുട്ടി, ഇവിടെ എല്ലാവർക്കും ധൈര്യമായിരുന്നു. എനിക്ക് മാത്രമല്ല രേവതിക്കുട്ടി, ഇവിടെ എല്ലാവർക്കും. അച്ഛന് പോലും പോയപ്പോഴേ അതിൻ്റെ വില മനസ്സിലായത്. അവൻ്റെ മനസ്സിൻ്റെ വിങ്ങലും വേദനയും ആ സ്വരത്തിൽ നിന്നും രേവതിക്കുട്ടി തിരിച്ചറിഞ്ഞു. സാരമില്ല രോഹിത്തേട്ട, അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പോയതിലല്ല വിഷം. അലീന ചേച്ചി ഞങ്ങൾക്ക് തന്ന സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കുറച്ച് സമയമല്ലേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഞങ്ങളെല്ലാവരും സ്നേഹിച്ച് തുടങ്ങിയപ്പോഴേക്കും പോയിക്കളഞ്ഞില്ലേ? പൊട്ടിപ്പോയ ഒരു തേങ്ങലിൻ്റെ ചീള് രേവതിക്കുട്ടിയുടെ കാതിൽ വന്ന് വീണു. അയ്യേ, ഈ രോഹിത്തേട്ടൻ ഇത്രയ്ക്ക് തൊട്ടാവാടിയായിരുന്നു. സാരമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അലീന ചേച്ചി പോയാലും തിരിച്ചു വരും. അല്പസമയത്തേക്ക് പ്രതികരണമൊന്നുമില്ല. രോഹിത്തേട്ട, ഇതെല്ലാം ഭംഗിവാക്കല്ലേ രേവതിക്കുട്ടി. അലീന ചേച്ചി ഇനി തിരിച്ചു വരുമോ? വരും, എന്താ സംശയം? അലീന ചേച്ചിക്ക് വരാതിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും കൂടി ഒരു ദിവസം ഒന്നിച്ചു ചെന്ന് വിളിച്ചുകൊണ്ട് പോരും. രോഹിത്ത് മിണ്ടുന്നില്ലെന്ന് കണ്ട് രേവതിക്കുട്ടി പറഞ്ഞു. ഇതുപോലൊരു സങ്കടമായിരുന്നു അലീന ചേച്ചിയെ പിരിഞ്ഞപ്പോൾ എനിക്കും. ഓർമ്മ വെച്ച നാൾ മുതൽ ഒന്നിച്ച് ജീവിച്ചിരുമ്പോഴാണ് നോർക്കണം. എന്നിട്ട് ഞാൻ സഹിച്ചില്ലേ? പിരിഞ്ഞെങ്കിലും അലീന ചേച്ചി എനിക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ. നമ്മളെപ്പോൾ വിളിച്ചാലും ഓടി വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. പിന്നെന്തിനാ വിഷമിക്കുന്നേ? ഒരു ചെറിയോടെ അല മൃദുവായി കേട്ട് രേവതിക്കുട്ടി വിസ്മയിച്ചു. എന്തിനാ ചിരിച്ചേ? എത്ര പെട്ടെന്ന് ഇയാളുടെ ശബ്ദം, അതിൻ്റെ ടോണും ഒക്കെ മാറിയത്. ശരിക്കും അലീന ചേച്ചി സംസാരിക്കുന്നത് പോലെ. വാക്കുകൾ അതേ കുളിർമ, സ്വരത്തിന് അതേ ശാന്തത. തൊട്ടടുത്തിരുന്ന് പറയണ പോലെ. ഇങ്ങനെ സംസാരിക്കാനും ഇയാൾക്കറിയാമല്ലേ? പിന്നെന്താ എന്നെപ്പറ്റി വിചാരിച്ചത്? ഞാനൊരു തെറിച്ച പെണ്ണാണെന്നോ? അങ്ങനെയല്ല, എപ്പോഴും തെറിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ്, ഒരു റബ്ബർ ബോൾ. അയ്യടാ മോനെ, ഞാനുണ്ടല്ലോ അലീന ചേച്ചിയുടെ ഡ്യൂപ്പാ. അലീന ചേച്ചിയെ കണ്ടു പഠിച്ചാണ് ഞാൻ വളർന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇത്തിരി തുള്ളി ചാടണമെങ്കിൽ
അത് അങ്കിളും ആൻറ്റിയും കൂടി എനിക്ക് തരണ സന്തോഷം കൊണ്ടാ. എന്തായാലും നിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വിഷമം പാതി കുറഞ്ഞ പോലെയായി. ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. വയറ് നിറഞ്ഞോ? ഒരുമാതിരി. ഒരുമാതിരി ഒക്കെ മതി. എന്നാ ഇനി എൻ്റെ മോൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വേണമെങ്കിൽ ഞാനൊരു താരാട്ട് മൂളിത്തരാം. ചുമ്മാ പറഞ്ഞാൽ പോരാ, മൂളിത്തരണം. ഏത് പാട്ടാണിപ്പോൾ പൊന്നുമോൻ കേൾക്കേണ്ടത്? മോനിപ്പോൾ എന്ത് ചെയ്യുന്നു? മുട്ടിലിഴയുവാണോ? അതോ പിച്ച വെക്കുന്നോ? അതോ ബലൂൺ വീർപ്പിക്കുന്നോ? രോഹിത്തിൻ്റെ പൊട്ടിച്ചിരി ഫോണിലൂടെ അവൾക്ക് കേൾക്കാമായിരുന്നു. പൊടി മരം കൊത്തി. രോഹിത് അവൻ്റെ മൂഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നുവെന്നും. ഓക്കെ, ഗുഡ് നൈറ്റ്, നാളെ വിളിക്കാം. രേവതിക്കുട്ടി ഗ്രേസിയമ്മ ഇരിക്കുന്നിടത്തേക്ക് തിടുക്കത്തിൽ ചെന്നു. അങ്കിൾ എന്തിയാ ആൻറ്റി? ഗ്രേസമ്മ മുഖം തിരിച്ച് വിസ്മയത്തോടെ അവളെ നോക്കി. അങ്കിളെ രേവതിക്കുട്ടി ഉറക്കെ വിളിച്ചു. അതിൻ്റെ വോളിയം കുറയ്ക്കട്ടെ ആൻറ്റി? അവൾ തന്നെ ഗ്രേസമ്മയുടെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങി ശബ്ദം താഴ്ത്തി വെച്ചു. എന്തിനാണ്ടി എന്നെ വിളിച്ചത്? മാമച്ചൻ്റെ കഷ്ണിത്തല വാതിലിനപ്പുറം പ്രത്യക്ഷപ്പെട്ടു. അങ്കിളെ, അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് പോയി. പോയെന്നോ? ഗ്രേസമ്മ അന്തം വിട്ടു. മാമച്ചനും അങ്ങോട്ട് വന്നു. രേവതിക്കുട്ടി താൻ അറിഞ്ഞിടത്തോളം വിവരങ്ങൾ അവരോട് പറഞ്ഞു. അതെന്തൊരു പോക്കായിപ്പോയി. നമ്മളോട് പോലും ഒന്നും പറയാതെ. ഗ്രേസമ്മ മൂക്കത്ത് വിരൽ വെച്ചു. നാളെ അലീന ചേച്ചി വിളിക്കും, അപ്പോഴറിയാം. എവിടെയായി ഈ കുളത്തുപുഴയെന്ന് പറയുന്ന സ്ഥലം? ഗ്രേസമ്മ ചോദിച്ചു. അത് പുല്ലൂരിനിപ്പുറമാ ആൻറ്റി. അഞ്ചൽ വഴിയാ പോണെന്ന് എനിക്കറിയാം. ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് ബ്രിജിത്താമ്മയുടെ കൂടെ. എന്ന് വെച്ച് എനിക്കവിടെ പരിചയമൊന്നുമില്ല കേട്ടോ. അവിടുത്തെ ഒരു ഓർഫനേജിൽ പോയതാ. പുനലൂരിലുമുണ്ട് ഓർഫനേജ്, അഞ്ചലിലും ഉണ്ടായിരുന്നു. അതും നോക്കാനില്ലാതെ പൂട്ടിപ്പോയി. രേവതിക്കുട്ടി വിശദീകരിച്ചു. ആരോടും പറയാതെ പോയെങ്കിൽ അതിലെന്തോ സംഗതിയുണ്ടല്ലോ. മാമച്ചൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ കനൽ പൊട്ടി വീണു. നാളെ അറിയാലോ, രേവതിക്കുട്ടി സമാധാനിച്ചു. പിറ്റേന്ന് രാവിലെ രേവതിക്കുട്ടി മാമച്ചനുള്ള കാപ്പി എടുത്തുകൊണ്ട് വന്ന് സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ അവളുടെ സെൽഫോൺ ശബ്ദിച്ചു. മോർണിംഗ് വാക്ക് കഴിഞ്ഞു വന്നാൽ മാമച്ചൻ സിറ്റൗട്ടിൽ പത്രം വായിക്കുകയെന്ന പതിവാണ്. അങ്കിളെ, ഇത് വേഗം പിടിച്ചേ, അലീന ചേച്ചിയാണ് വിളിക്കുന്നത്. കപ്പും സോസറും മാമച്ചൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവൾ ഓടി. ഫോൺ ഡൈനിങ് റൂമിൽ വരുമ്പോഴേക്കും സെൽഫോണിലെ പാട്ട് നിലച്ചു. അവൾ അത് കയ്യിലെടുത്തു. നമ്പർ നോക്കുമ്പോൾ വീണ്ടും കോൾ വന്നു. ഹലോ. രേവതിക്കുട്ടി കോൾ അറ്റൻഡ് ചെയ്തു. നീ എവിടെയാ മോളെ? സ്നേഹലോലമായ ശബ്ദം. അയ്യോ അലീന ചേച്ചി, ഞാൻ മാമച്ചനെ കാപ്പി കൊടുക്കുമായിരുന്നു. എണീറ്റപ്പം മുതൽക്ക് ഞാൻ ഈ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുക. ഇപ്പം അലീന ചേച്ചി വിളിക്കുമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാനത് താഴെ വെച്ചപ്പം കൃത്യം വിളി വന്നു. ഇന്നലെ രോഹിത്ത് വിളിച്ചായിരുന്നോ? വിളിച്ചു. ഇന്നലെ രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയത് പോലുമില്ല. അലീന ചേച്ചി ഇപ്പം എവിടെയാ? കുളത്തുപുഴ. അതറിയാം. കുളത്തുപുഴയിൽ എവിടെയാണെന്ന് പറ. ഞാനൊരു ബസ്സിൽ അങ്ങനെ ചാരി കിടക്കുന്നു. എണീറ്റില്ല. രാവിലെ എണീറ്റു. പല്ലു തേപ്പും കുളിയും ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ബെഡ് കോഫി റെഡി. അത് ആൻ്റപ്പൻ ചേട്ടൻ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് തന്നു. അത് പാതി കുടിച്ചിട്ട് വിളിക്കുകയാണ്. അലീന ചേച്ചി ഞങ്ങളോട് ആരോടും പറയാണ്ട് പോയതിൻ്റെ ശിക്ഷ പുറകെ വരുന്നുണ്ട്. പറ വേഗം പറ. എവിടെയാ? എന്തൊക്കെയാ? ആരാ? ഞാനിവിടെ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ഒരു പഴയ ബംഗ്ലാവിൽ AC-യും ഫാനും TV-യും സോഫയും മേശയും അലമാരയും കസേരയും സെറ്റിയും എല്ലാമുള്ള വലിയ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ ഒരു അപരിവിധ മാളികയിൽ അകപ്പെട്ടതുപോലെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് കിടക്കുന്നു. എൻ്റെ അലീന ചേച്ചി, ഞാൻ ആരെ വെച്ച് തന്നാലുണ്ടല്ലോ, ഇതെന്തോന്ന് കടങ്കഥയാ. മനുഷ്യരെ ഇങ്ങനെ മുൾമുനയിൽ നിർത്താതെ തുറന്നു പറയണ്ടേ? എൻ്റെ മോളെ, ഞാനിപ്പോൾ ഒരു തരം വീട്ടു തടങ്കില്ല. ഒരു റിട്ടയർഡ് കേണലാണ് ഇവിടുത്തെ ഭരണാധികാരി. ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചാൽ മതിയെന്നും പറഞ്ഞ് അച്ഛനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതിനെന്തിനാ അങ്കിള് ചേച്ചി അവിടെ തന്നെ കൊണ്ടുവിട്ടത്? നീ റിട്ടയർഡ് മേജറുടെ വീട്ടിലല്ലേ താമസം? അതിനേക്കാളും കൂടിയ റാങ്കിലുള്ള ഒരാളുടെ വീട്ടിൽ എന്നെ നിർത്തിയേക്കാമെന്ന് അച്ഛൻ വിചാരിച്ചു കാണും. എനിക്കെല്ലാം നിന്നേക്കാൾ സീനിയോറിറ്റി. അതനുസരിച്ച് അച്ഛൻ എനിക്ക് പ്രൊമോഷൻ തന്നതാ. അലീന ചേച്ചി എന്നെ ദേഷ്യം പിടിപ്പിക്കും. ഈ കേണലെന്ന് പറഞ്ഞ ആരാ? എന്ത് ചെയ്യുകയാ? ചേച്ചിക്ക് എവിടെ എന്താ ജോലി? ഒരു ജോലിയുമില്ല മോളെ. കേണൽ ആരാണെന്ന് ഇന്നലെ വരുന്ന വഴിക്ക് ഈ വീട് അടുക്കാറായപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്. ആരാ? രേവതിക്കുട്ടിക്ക് തിടുക്കമായി. എൻ്റെ സ്വന്തം അച്ഛൻ. ചേച്ചി എന്താ ഏപ്രിൽ ഫുൾ ആക്കിയാണോ? കണ്ടോ, ഈ ഞാൻ പറയാതിരുന്നത് അച്ഛനോട് പറഞ്ഞു.
നിന്റെ സ്വന്തം അച്ഛൻ അടുത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന്. എനിക്ക് വിശ്വാസം വന്നില്ല. അവിടെ വന്നപ്പോഴും റിട്ടയർഡ് കേണലും പറഞ്ഞു നീ എൻ്റെ മകളാണെന്ന്. എനിക്കിപ്പോഴും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്ക് കരയാനും പറ്റണില്ല, ചിരിക്കാനും പറ്റണില്ല. ഇപ്പോൾ ഒരൊറ്റ സംശയമേ ഉള്ളൂ, ഞാൻ അലീന തന്നെയാണോ എന്ന്. എന്തോ സ്വപ്നമാണോ എന്ന്. എൻ്റെ ഈശ്വര, അത്രയോ രേവതിക്കുട്ടി ശബ്ദിച്ചുള്ളൂ. നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. മോളെ, നീ പോയോ? ആ പോയി. ബോംബ് സ്ഫോടനത്തിൽ തെറിച്ച് പൊങ്ങി നിലത്തോട്ട് വന്നതേ, കാല് കുത്തുന്നതേയുള്ളൂ. എനിക്കിപ്പോൾ ഒരു സംശയം, അലീന ചേച്ചി തന്നെയാണോ എന്നെ വിളിച്ചത്, അതോ റോണി? ഇപ്പം എൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലായില്ലേ? ഇല്ലില്ല, ഒന്നും മനസ്സിലായില്ല. ആദ്യം മുതൽ എല്ലാം ഒന്നുകൂടെ വിവരിച്ചു പറ. ശരി. കടപ്പാട്ടൂരെ വീട്ടിൽ നിന്നും കുളത്തൂപ്പുഴയ്ക്ക് പുറപ്പെടുന്നതിന് തലേ ദിവസം മുതലുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി അലീന പറയുന്നത് മൂളിക്കേട്ടുകൊണ്ട് രേവതിക്കുട്ടി ഹാളിലൂടെ നടന്നു. ഫോൺ സംഭാഷണം 1 മണിക്കൂറോളം ദീർഘിച്ചു. ഒടുവിൽ അലീന ചേച്ചിയാ, അങ്കിളിനോട് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് മാമച്ചൻ ഫോൺ വാങ്ങി. ഹലോ അങ്കിളെ, പറയാതെ പോകുന്നതിന് സോറി. അങ്ങനത്തെ സാഹചര്യമായിരുന്നു, അതുകൊണ്ടാ. സോറി. പിണക്കമൊന്നും വിചാരിക്കല്ലേ. മാമച്ചൻ പൊഞ്ചിരി തൂകി. ഇല്ല, നീ പറഞ്ഞോ. ഞാനൊരു കാര്യം പറഞ്ഞ അങ്കിള് ഞെട്ടരുത്. ഞാനൊരു പട്ടാളക്കാരനല്ലേ, അത്ര പെട്ടെന്നൊന്നും ഞെട്ടത്തില്ല. അങ്കിളെ, ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്. അച്ഛനെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അച്ഛൻ, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്. ഞെട്ടിയില്ലെങ്കിലും മാമച്ചൻ അത്ഭുതസ്തബ്ധനായിപ്പോയി. രേവതിക്കുട്ടി ഇതിനകം ഗ്രേസമ്മയോട് അടുത്തേ കീഴടങ്ങിക്കഴിഞ്ഞിരുന്നു. അത്യധികമായ ആവേശത്തോടെ അവൾ അലീനയിൽ നിന്ന് അറിഞ്ഞതെല്ലാം ഗ്രേസമ്മയോട് വിവരിച്ചു. ഗ്രേസമ്മ രേവതിക്കുട്ടിയും കൂട്ടി സിറ്റൗട്ടിലേക്ക് വരുമ്പോഴും മാമച്ചനും അലീനയും തമ്മിലുള്ള ഫോൺ സംഭാഷണം തീർന്നില്ല. ഗ്രേസമ്മയ്ക്ക് അലീന നാവിൽ നിന്ന് കേൾക്കണം. ഒടുവിൽ മാമച്ചൻ ഗ്രേസമ്മയ്ക്ക് ഫോൺ കൈമാറി. ഗ്രേസമ്മയും അലീനയും തമ്മിലുള്ള സംഭാഷണവും ബാറ്ററി ചാർജ് തീർന്നതോടെ മുറിഞ്ഞുപോയി. ഗ്രേസമ്മയ്ക്ക് അത്ഭുതവും സന്തോഷവും അടക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവൾ എത്തേണ്ടടുത്ത് തന്നെ എത്തിയല്ലോ. അവർ നിറച്ചിരിയോടെ പറഞ്ഞു, ആ ബാലചന്ദ്ര മേനോനെ സമ്മതിക്കണം. അവളുടെ സ്വന്തം അച്ഛനെ തെരഞ്ഞുപിടിച്ച് അവിടെ തന്നെ എത്തിച്ചു കൊടുത്തല്ലോ. മാമച്ചൻ ഇടത് കൈ വെള്ളയിൽ വലത് കൈ ചുരുട്ടി മൃദുവായി ഇടിച്ചുകൊണ്ട് ചിന്താതീതനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്താ ആലോചിക്കുന്നേ? ഗ്രേസമ്മ ചോദിച്ചു. സ്റ്റാൻലി ജോസഫ് എന്നു പേരുള്ള നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആർമിയിൽ വെച്ചാണോ അതോ? ശരിയാ ഗ്രേസമ്മ പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മ വന്നിട്ട് പെട്ടെന്നങ്ങ് മാഞ്ഞു പോയതുപോലെ. ക്ലബിൽ വെച്ചോ മറ്റോ മാമച്ചായ? എൻ്റെ ഗ്രേസമ്മേ, സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, വഴി തെറ്റിക്കല്ലേ. ഗ്രേസമ്മയും കണ്ടുപിടിച്ച് ആലോചന തുടങ്ങി. എവിടെയോ നല്ല പോലെ കേട്ട് പരിചയമുള്ള പേര്. കണ്ടിട്ടുണ്ടോ അങ്കിളെ? കണ്ടതായിട്ട് ഓർമ്മയില്ല, പക്ഷെ ഇങ്ങനൊരു പേര്, അതും റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് തന്നെ പലതവണ കേട്ടതായിട്ട് തോന്നുന്നുണ്ട്. രേവതിക്കുട്ടി നഖം കടിച്ചുകൊണ്ട് ആശങ്കയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി നിന്നു. മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഹോം നേഴ്സ് അത് എടുത്തുകൊണ്ട് വന്ന് വൈജിയുടെ കയ്യിൽ കൊടുത്തു. രാവിലത്തെ ചായ കുടിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിനരികെ ഇരിക്കുകയായിരുന്നു വൈജയന്തി. ശിവശങ്കരനോട് തൻ്റെ പേര് ഡയൽ കണ്ട് വൈജയന്തി ചോദിച്ചു. എന്താ ശിവേട്ട രാവിലെ? നീ അറിഞ്ഞില്ലേ? അലീന പോയി. ഇന്നലെ അറിഞ്ഞു. നിന്റെ ശബ്ദം നിറവേറിയല്ലോ. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകരുതോ? പോകാൻ തയ്യാറായിരിക്കുകയാ ഞാൻ. ഹൗസ് ഓണറെ കണ്ട് വീടൊഴിയുകയാണെന്ന് പറഞ്ഞു. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇനി ശിവേട്ടൻ ഇവിടം വരെ ഒന്ന് വന്നാൽ മതി. ഞാൻ വരാനോ? പിന്നെ ഞാൻ തനിച്ച് കയറി ചെല്ലണോ? അതൊരു ഭംഗികേടല്ലേ? ശിവേട്ടൻ എന്നെ അവിടെ കൊണ്ടുചെന്ന് വിടണം. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുമ്പോഴാണ് ശിവേട്ടൻ്റെ കോള്. അത് കൊള്ളാം. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലോ? എനിക്കത് ധൃതിയൊന്നുമില്ല ശിവേട്ട. നാളെയോ മറ്റന്നാളോ പോയാലും മതി. ഹൗസ് ഓണർക്ക് വീടിൻ്റെ താക്കോൽ ഞാൻ കൈമാറിയിട്ടില്ല. ഏതായാലും നീ ഒരുങ്ങിയിരിക്കുമല്ലേ, ഇന്ന് തന്നെ പോയേക്കാം. ശിവേട്ടൻ വരണം. എനിക്ക് കാറില്ല, സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. വരാം. വരുന്നെങ്കിൽ പെട്ടെന്ന് വരണം. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ചെല്ലണം. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം മതി. രാവിലെ തന്നെ പോകാം. ആ ജോലി തീർത്ത് വെക്കരുതോ? എല്ലാവർക്കും നല്ലത്. 1 മണിക്കൂറിനുള്ളിൽ ശിവശങ്കര മേനോൻ കാറുമായി എത്തി. കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം ഹോം നേഴ്സ് കാർ ഡിക്കിയിൽ കൊണ്ടുവച്ചു.
ബാക്ക് സീറ്റിലുമായി അതെല്ലാം കൊള്ളിച്ചു. വൈജയന്തി ഫ്രണ്ട് സീറ്റിൽ കയറി. ഹോം നഴ്സ് സാധനങ്ങൾക്കൊപ്പം തിങ്ങിയൊരുങ്ങി പിൻസീറ്റിലും ഇരുന്നു. നീ ഇവളെ പറഞ്ഞയച്ചില്ലേ? ഹോം നഴ്സിനെ നോക്കിയിട്ട് ശിവശങ്കർ മേനോൻ ചോദിച്ചു. കുറച്ച് നാളത്തേക്ക് കൂടി എനിക്ക് ഇവളുടെ സഹായം വേണ്ടി വരും. ഇവളുടെ പേരെന്തെന്നാ പറഞ്ഞേ? സുനിത. 3 മാസം കഴിയുമ്പോൾ ആള് മാറി വരില്ലേ? ഞാനൊരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് റെഡ് ക്രോസിൽ 15 മിനിറ്റിനകം കാർ കടപ്പാട്ടൂരെത്തി. മുറ്റത്തെ കാറിൻ്റെ ഒച്ച കേട്ട് രോഹിത്തും കൃഷ്ണജയും ബബിതയും സിറ്റൗട്ടിൽ വന്നു നോക്കി. ബാലചന്ദ്രൻ സിറ്റൗട്ടിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈജയന്തി കാറിൽ നിന്നിറങ്ങി ഊന്നുവടി നിലത്തൂന്നി അമ്മ നടക്കുന്നത് കണ്ട് കൃഷ്ണജ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവൾ അമ്മയുടെ കൈ പിടിച്ചു സഹായിക്കാൻ തിരിഞ്ഞു. വേണ്ട, കുറച്ച് പ്രയാസപ്പെട്ടാലും ശരി, തനിയെ നടന്നു ശീലിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത്രയും നാളും ആരുടെയും സഹായമില്ലായിരുന്നല്ലോ. വൈജയന്തി തനിയെ സ്റ്റെപ്പുകൾ കയറി സിറ്റൗട്ടിലേക്ക് ബബിതയും രോഹിത്തും നോക്കി. ആ ഒടുവിലത്തെ സെന്റൻസ് അമ്മയ്ക്ക് ഒഴിവാക്കാമായിരുന്നു. ബബിത പരിഭവിച്ചു. എന്തിനാടി ഒഴിവാക്കുന്നത്? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? കാലോ കൈയും ഒടിഞ്ഞ് എണീക്കാനോ ഒന്ന് തിരിഞ്ഞാനോ പോലും ആവാതെ കഴിഞ്ഞ സമയത്ത് അമ്മയെ ശുശ്രൂഷിക്കാൻ എൻ്റെ 3 മക്കളെയും ഞാൻ കണ്ടില്ല. ഞാൻ ആ കിടന്ന കിടപ്പിൽ ചത്തുപോയിക്കൊള്ളുമെന്ന് കരുതി എല്ലാവരും ആശ്വസിച്ചു. കൈയും കാലുമൊക്കെ ഒടിഞ്ഞെങ്കിലും നാക്കിന് മാത്രം ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ബബിത പിറുപിറുത്തു. ഇല്ലടി, ഒന്നിനും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഒടിഞ്ഞ എല്ലുകളൊക്കെ നല്ലതുപോലെ മുറി കൂടിയിട്ടുണ്ട്. അങ്ങനൊന്നും വൈജയന്തിയെ തോൽപ്പിക്കാൻ ദുർവിധിക്ക് പോലും പറ്റില്ല. കാലിന് ഇത്തിരി ബലക്കുറവുണ്ടെന്നേ ഉള്ളൂ. 1 മാസം കൊണ്ട് അതും ശരിയാകും. വൈജയന്തി വീറോടെ പറഞ്ഞു. തിരിച്ചുവരവ് അമ്മ ഗംഭീരമാക്കി. രോഹിത് പറഞ്ഞു. എന്താടാ നിനക്കൊരു പുച്ഛം? പുച്ഛമല്ല, അമ്മയുടെ ഡയലോഗിനെ അഭിനന്ദിച്ചതാ. മതി അകത്തോട്ട് ചെല്ല്, ശിവശങ്കര മേനോൻ പിറകിൽ നിന്ന് പറഞ്ഞു. മകനെ നോക്കി ഒന്ന് മൂളിയിട്ട് വൈജയന്തി ബാലചന്ദ്രൻ്റെ നേർക്കു പാളി നോക്കി. പത്രത്തിലാണ് കണ്ണ്. എവിടെയെങ്കിലും വന്നെന്ന ഭാവമേയില്ല. കണ്ടിട്ടും കാണാതെ കേട്ടിട്ടും കേൾക്കാതെയുള്ള ഇരിപ്പ്. ബാലചന്ദ്രൻ എന്താ ഈ സൂക്ഷിച്ചൊരു പത്രം വായന? പിള്ളേർക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ? ശിവശങ്കര മേനോൻ ചോദിച്ചു. ബാലചന്ദ്രൻ മുഖമുയർത്തി ചെറിയ ചിരിയോടെ പറഞ്ഞു. സ്വർണത്തിൻ്റെ വിലയെ താഴോട്ടാ. സ്വർണ്ണ വിപണിയിൽ മാന്ദ്യം. എണ്ണ വില കുറഞ്ഞതുകൊണ്ടാണോ അതോ ഡോളറിൻ്റെ വില കൂടിയതുകൊണ്ടാണോ ആർക്കറിയാം? ബാലചന്ദ്രൻ വീണ്ടും പത്രത്തിലേക്ക് ദൃഷ്ടിയൂന്നി. രോഹിത്തെ, കാറിനുള്ളിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ പെറുക്കി അകത്തേക്ക് നീയും കൂടി അവളെ ഒന്ന് സഹായിക്ക്, ശിവശങ്കർ പറഞ്ഞു. ഹോം നഴ്സ് സാധനങ്ങൾ ഓരോന്നായി എടുത്ത് സിറ്റൗട്ടിലേക്ക് വെച്ചു. രോഹിത്തും സഹായത്തിനായി ഇറങ്ങിച്ചെന്നു. ആരോടാ കുടിപ്പക തീർത്ത പോലെ സത്യപ്രതിജ്ഞയോടെയാണ് വൈജയന്തി വീട്ടിനുള്ളിലേക്ക് കയറി ചെന്നത്. അലീനയില്ലാത്ത വീട്. അവളെ ഇവിടെ നിന്ന് നാട് കടത്തി ഒടുവിൽ താൻ വിജയിച്ചിരിക്കുന്നു. കുടുംബാന്തരീക്ഷം മൊത്തത്തിൽ മോശമില്ലെന്ന് വൈജയന്തിക്ക് തോന്നി. കുട്ടികൾക്കും ദേഷ്യമൊന്നുമില്ല. നീ എന്തിനാ പിള്ളേരോട് അതും ഇതും പറയാൻ പോകുന്നത്? കയറി വന്ന ഉടനെ ചുറ്റുവരാന്തിയിൽ വെച്ച് ശിവശങ്കര മേനോൻ വൈജയന്തിയോട് ചോദിച്ചു. അത് ഞാൻ കുട്ടികളോട് പറഞ്ഞതല്ല. ഞാനൊന്നും അറിഞ്ഞില്ലെന്നുള്ള മട്ടിൽ ഒരാൾ അവിടെ ഇരിപ്പുണ്ടല്ലോ, പത്രത്തിലോട്ട് തലയും കുനിച്ചുകൊണ്ട്. വൈജയന്തി നാണം കെട്ട് തിരിച്ചു വന്നിരിക്കുന്നെന്നും പറഞ്ഞ് വീറിനും വാശിക്കും ഒരു കുറവും വന്നിട്ടില്ല. അറിയിക്കണമായിരുന്നു എനിക്ക്. അങ്ങനെ അറിയിച്ചിട്ടെന്താ ലാഭം? ഞാൻ തോറ്റിട്ടില്ലെന്ന് മനസ്സിലായിക്കോട്ടെ. നീ തോറ്റാലും ജയിച്ചാലും അയാൾക്കെന്താ? എനിക്കൊരു സംതൃപ്തിയുണ്ടല്ലോ ശിവേട്ട. വൈജയന്തി ബെഡ്റൂമിന് നേർക്ക് നീങ്ങി. അത് അടഞ്ഞു കിടക്കുകയാണ്. എല്ലായിടവും വൃത്തിയായി കിടക്കുന്നു. ബെഡ്റൂമിൽ ചുളിവില്ലാത്ത വൃത്തിയുള്ള ഷീറ്റ്, അലക്കി തേച്ച പില്ലോ കവർ, അലമാരിയും മേശവിരിയും പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമായി. ബാലേട്ടൻ ബെഡ്റൂമും ഇപ്പോഴും മുകളിൽ തന്നെയാണ്. ഹാർട്ട് അറ്റാക്ക് കൊണ്ടുപോയി വന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഈ ബെഡ്റൂം ഉപയോഗിച്ചിട്ടില്ല. ബാലേട്ടൻ്റെതായ യാതൊന്നും തന്നെ ഈ ബെഡ്റൂമിലില്ല. വൈജയന്തി ചുറ്റുവരാന്തയിലൂടെ മെല്ലെ നടന്നു കിച്ചണിലെത്തി. അവിടെ അവൾ കണ്ടത് ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. ബബിതയും കൃഷ്ണജയും കൂടി ധൃതി പിടിച്ച് അടുക്കളപ്പണികൾ ചെയ്യുന്നു. കൃഷ്ണജ ഓംലേറ്റ് ഉണ്ടാക്കുകയാണ്. ബബിത ക്യാരറ്റും ബീട്രൂട്ടും കൊത്തി അരിഞ്ഞ് തേങ്ങയും കൊത്തിയിട്ട് ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നു. ചോറ് വാർക്കാൻ വെച്ചിരിക്കുന്നത് നിർത്തിവെച്ച് കൃഷ്ണജ
ടിഫിൻ കാരിയറിൽ ചോറ് വിളമ്പി വെക്കുന്നു. നാക്കെടുത്താൽ തമ്മിൽ കുശുമ്പും വഴക്കുമുണ്ടാക്കിയിരുന്ന ചേച്ചിയും അനുജത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞും ഓരോരോ ജോലികൾ ചെയ്തു തീർക്കുകയാണ്. അടുക്കളയാണെങ്കിൽ ക്ലീൻ. അപ്പോൾ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ തനിയെ ചെയ്യാൻ അറിയാമല്ലേ? വൈജയന്തി ചോദിച്ചു. അറിയില്ലായിരുന്നു, അലീന ചേച്ചിയാണ് പഠിപ്പിച്ചത്, ഭവിത പറഞ്ഞു. വൈജയന്തിയുടെ മുഖം മങ്ങി. രോഹിയേട്ട, ഭവിത ഉറക്കെ വിളിച്ചു. ഒന്നിങ്ങോട്ട് വന്നേ പ്ലീസ്. അല്പം കഴിഞ്ഞപ്പോൾ രോഹിത് എത്തി. എന്തിനാ വിളിച്ചത്? എൻ്റെ യൂണിഫോം ഒന്ന് പ്രസ് ചെയ്ത് തരുമോ? സമയം പോയിട്ടാ, പ്ലീസ്. നേരത്തെ എണ്ണിക്കണമായിരുന്നടി. ഞാൻ ഇനിയിപ്പോൾ കുളിച്ച് ഭാഗമെടുത്ത് വല്ലതും കഴിച്ച്. എൻ്റെ പൊന്നു രോഹിയേട്ടനല്ലേ, പ്ലീസ്, ഭവിത കെഞ്ചി. ആ പ്ലേസിന് കുറച്ച് നീളമാകാം. എന്തൊരു സോപ്പ്, കൃഷ്ണച്ച കളിയാക്കി. നീ പോടി. ഭവിത സ്റ്റൗ കെടുത്തിയിട്ട് ബാത്റൂമിലേക്ക് ഓടി. പിന്നെ വൈജയന്തി നോക്കുമ്പോൾ രോഹിത് മേശമേൽ ഷീറ്റ് അതിന് മീതെ ഭവിതയുടെ യൂണിഫോം വെച്ച് ഇലക്ട്രിക് തേപ്പോട്ടി കൊണ്ട് പ്രസ് ചെയ്യുന്നതാണ്. കണ്ടാൽ മിണ്ടാത്ത ഏട്ടനും അനുജത്തെയും. കൃഷ്ണച്ചയാണ് ഊണുമേശയിൽ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുന്നത്. അവൾ തന്നെ ടിഫിൻ വെച്ചിരുന്നു. അമ്മയെ ഇരുന്ന് കഴിച്ചു, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അവൾ മുറിയിലേക്ക് ഓടുന്നു. രോഹിത് തേച്ചെടുത്ത യൂണിഫോം ഭവിതയുടെ മുറിയിൽ കൊണ്ടുചെന്ന് വെച്ചു. കൃഷ്ണച്ച അവളുടെ യൂണിഫോം വിട്ട് വന്നിരുന്നു. കഴിക്കാൻ തുടങ്ങി. കഴിച്ചു തീർന്നതും സ്കൂൾ ബസ്സിൻ്റെ ഹോൺ കേട്ടതും അവൾ ചാടി എണീറ്റ് കൈ കഴുകി തുടച്ച്. രോഹിയേട്ട ബൈ ബൈ. അമ്മേ ബൈ. ബാഗും തൂക്കി അവൾ ഒറ്റ ഓട്ടം പിടിച്ചു. അവൾ മറന്നു വെച്ച് ടിഫിൻ ബോക്സ് എടുത്തുകൊണ്ട് രോഹിത് പിന്നാലെ ഓടി. അവൻ തിരികെ വന്നപ്പോൾ വൈജയന്തി ചോദിച്ചു, നിനക്ക് പോകണ്ടേ? ഞാൻ സസ്പെൻഷനിലല്ലേ? അവൻ ചെറുചിരിയോടെ പറഞ്ഞു. ഭവിത ഡ്രസ്സ് മാറി എത്തി. അവൾ ടിഫിൻ ബോക്സ് മേശപ്പുറത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയി. നീ കഴിക്കുന്നില്ലേ? രോഹിത് ചോദിച്ചു. സമയം പോയി രോഹിയേട്ടാ, എനിക്ക് വേണ്ട. കഴിക്കാതെ പോകാനോ? ലേറ്റായ പിന്നെ ഹെഡ് മിസ്ട്രസ് വഴക്ക് കേൾക്കണം. ഭവിത നീലക്കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്ന് മുടി ചീകിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. രോഹിത് ഒരു പ്ലേറ്റുമായി അവളെ സമീപിച്ചു. ഇത് തിന്നോണ്ട് വല്ലതും ചെയ്യുക. എൻ്റെ കൈ ഒഴിവല്ല. വേണ്ട പ്ലീസ്. രോഹിത് ഓംലേറ്റ് മുറിച്ച് ടേസ്റ്റ് ചെയ്ത 2 ബ്രെഡ് പീസുകൾക്കിടയിൽ വെച്ച് അവളുടെ വായിക്ക് നേരെ നീട്ടി. അവൾ അത് കടിച്ചെടുത്തു. ചവച്ചുകൊണ്ട് മുടി ചെയ്യുന്നതിനിടയിൽ, ഇതെന്താടി ആനവായോ? ബ്രെഡ് പീസിൻ്റെ 3/4 ഭാഗത്തോളം കടിച്ചെടുത്ത് രോഹിത് ചോദിച്ചു. മുടി ഒതുക്കിക്കൊണ്ട് അവൾ ബാഗ് അടുക്കാൻ ഓടി. രോഹിത് പുറകെ ചെന്ന് വീണ്ടും ഒരു ബെഡ്റൂമിലേക്ക് അവളുടെ വായിലേക്ക് നേരെ കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടിയുള്ള ഒരുക്കത്തിനിടയിൽ 4 കഷ്ണം ബ്രെഡ് അവൾ അകത്താക്കി. താങ്ക്സ്, ബൈ. നന്ദി നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കി. തോളത്ത് ഒരടിയും കൊടുത്തിട്ട് ഭയത്ത ഭാഗം തോളിലേറ്റി പുറത്തേക്ക് ഓടി. വൈജയന്തി ഇതെല്ലാം കണ്ട് വിശ്വസിക്കാനാകാതെ ഒരു കസേരമേൽ ഇരുന്നു.